ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തങ്കലാൻ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. യെസ്, ആബ്സല്യൂട്ട്ലി. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, കണ്ണും പൂട്ട് ഞാൻ പറയും, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് വേറെ റേഞ്ച് സാധനം ഒരു സത്യം പറഞ്ഞ. എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ടത് പെർഫോമൻസിന്റെ മേളം. എൻ്റെ അമ്മ, എല്ലാവരും അങ്ങ് ദൂരെ നിൽക്കുന്ന ആൾക്കാർ വരെ ജീവിക്കായിരുന്നു. അതായിരുന്നു ഈ സിനിമ. പടം ഡയറക്റ്റഡ് ബൈ രഞ്ജിത്ത്. യെസ്, പുള്ളിക്കാരനെ പറ്റി എടുത്ത് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ പറഞ്ഞു ഈ പടത്തിന്റെ ഒരു പ്ലോട്ട് കിട്ടാൻ, അല്ലെങ്കിൽ സ്റ്റോറി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാനായിട്ട് പുള്ളിക്കാരൻ 8 മാസത്തെ സമയം എടുത്തു ആ റിസർച്ച് ചെയ്യാനും. ഇത് ഒരു മിത്തും പിന്നെ ഹിസ്റ്ററിയും കൂടെ ചേർന്ന ഒരു പടമാണ്. ആക്ച്വലി നമ്മൾ കൂടുതൽ അട്രാക്ട് അതിന്റെ ഹിസ്റ്ററി ഭയങ്കര രസമാണ് എടുത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. മിത്തിന്റെയും കൊള്ളാം, പക്ഷെ എനിക്ക് ഹിസ്റ്ററി ഇച്ചിരി കൂടെ കൂടുതലും ഇഷ്ടപ്പെട്ടു. ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ പോകുന്ന അടിപൊളിയായിരുന്നു. പിന്നെ എടുത്ത് പറയുന്ന കാര്യം മെയിൻ കാസ്റ്റിംഗ്. ഇതിലത്തെ കാസ്റ്റിങ്ങിനാണ് നമ്പർ 1. അതിൽ മെയിൻ ക്രെഡിറ്റ് പോവേണ്ടത് ഡയറക്ടറിന് തന്നെയാണ്. കിട്ടില്ല കാസ്റ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി വിക്രം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ലൊക്കേഷനിൽ തന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം. ആ വിക്രമിന്റെ ആ ഹാർഡ് വർക്ക് എന്താണ് എന്ന് പറയുന്ന കാര്യം, ഹാർഡ് വർക്ക് ഷോസ് ദ റിസൾട്ട് എന്നുള്ള കാര്യം ഈ പടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്കാണ് എടുത്ത് വച്ചിരിക്കുന്നത്. അത് വിക്രമിന്റെ പെർഫോമൻസ് ഉൾപ്പെടെ. പക്ഷെ അത് ഞാൻ പറയാം, വിക്രമിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ട്രാൻസ്ഫർമേഷൻ ചെയ്തിട്ടുള്ളത്. ആ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഇതുവരെ കാണാത്ത വിക്രമിന്റെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു പുതിയൊരു വേറെ ലെവൽ, ഒരു പിതാമകന്റെ ഒരു റേഞ്ച്, അതിനേക്കാൾ ഉപരി വേറൊരു റേഞ്ച് വിക്രമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തങ്കലാലിൽ നമുക്ക് കാണാൻ പറ്റും. യാതൊരു സംശയവും. പിന്നെ എടുത്ത് പറയണ്ട പാർവതി. എൻ്റെ അമ്മ, പുള്ളിക്കാരി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സീരിയസ്ലി എനിക്കറിയത്തില്ല മലയാളത്തിലോ തമിഴിന്നോ വേറെ നടിമാർ ഈ റോള് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. ആ ഒരു ഏജ് ഒക്കെ വെച്ചിട്ട് വിക്രമിന്റെ ആ ഒരു റോള് ചെയ്യാൻ, വിക്രമിന്റെ വൈഫായിട്ട് ചെയ്യാനുള്ള ഒരു റോള് ചെയ്യാനായിട്ട് പറ്റിയ ഒരു നടി എനിക്ക് തോന്നുന്നില്ല. ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഡ്രസ്സിങ് സ്കോഡ് അങ്ങനെയാണ്. കുറെ സാക്രിഫൈസ് ആണ് ചെയ്തിട്ടുണ്ട്. പാർവതി മാത്രമല്ല, മിക്ക പെണ്ണുങ്ങളും, എല്ലാ പെണ്ണുങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ഒരു വാല്യൂ ആ പടത്തിൽ വന്നിട്ടുണ്ട്. അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു പാർവതി ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളായിരുന്നു. നമുക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സോ നിങ്ങൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ് ഈ സാധനം. എൻ്റെ അമ്മ, ആ തിയേറ്റർ കാണുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. പിന്നെ മാളവിക ഉണ്ട്. മാളവിക ഓക്കെ, കുഴപ്പമില്ല, നല്ല റോളാണ്. അത്യാവശ്യം ഡയലോഗൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, വന്നൊക്കെ പോകും. പക്ഷെ ഒരു വെറൈറ്റി ക്യാരക്ടറിന്റെ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ പുള്ളിക്കാർക്ക് ചേരുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. കാസ്റ്റിംഗ് നൈസ് ആയിരുന്നു. അത് വർക്കൗട്ട് ഉണ്ട് കറക്റ്റായിട്ട്. ഡാനിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് പുള്ളിക്കാരൻ കിടിലം, വേറെ റേഞ്ച് സാധനമൊക്കെയാണ്. പുള്ളിക്കാരനും കൊള്ളാം. അവർക്കിങ്ങനെ പറയണ്ടല്ലോ, ഫോറിനേഴ്സ് അവരുടെ കാര്യം ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് വേറൊരാളെ പറയണം, ഇതിൻ്റെ ഒരു കിങ് മേക്കർ, നമ്മുടെ GV പ്രകാശ് കുമാർ, മ്യൂസിക് ഡയറക്ടർ. അതൊന്നുമില്ല, പടത്തിന്റെ തുടക്കത്തിലെ ടൈറ്റിൽ BGM കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങേര് എന്തിനാണെന്നുള്ള കാര്യം. അത്ര റേഞ്ച് വെച്ചേക്കണം. ഫസ്റ്റത്തെ BGM ഒക്കെ ഹോളിവുഡ് ലെവൽ സാധനം ഇട്ട് വെച്ചേക്കണം GV പ്രകാശ് കുമാർ. ആ ഫസ്റ്റ് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത് അന്യായ സ്കോറിംഗ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. ആ ജീവിയുടെ ഒരു രീതി വേറെ സാധനമാണ്. അങ്ങനെ പുള്ളി പിടിച്ചാൽ പിന്നെ കിട്ടത്തില്ല. അതാണ് ജീവിയുടെ ഒരു റേഞ്ച്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇൻക്ലൂഡിങ് സോങ്, ആ സോങ്ങിന് ആ ഒരു കോറിയോഗ്രാഫിക്ക് സാൻഡിയാണ് കോറിയോഗ്രാഫി ചെയ്തത്. ആ ഒരു കോറിയോഗ്രാഫിന് പറ്റിയ ആ ഒരു സോങ്ങും എല്ലാത്തിനും ഇണഞ്ഞൊരു സോങ്, അടിപൊളി സോങ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. BGM സ്കോറും അടിപൊളിയായിരുന്നു. സെറ്റ് സാധനം വരുന്നു. അപ്പം ഇതിൽ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം, അവരുടെ പെർഫോമൻസ് ഞാൻ വീണ്ടും ഞാൻ പറയും. കാരണം അവരിട്ട എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. വിക്രം, പാർവതി, ഇൻക്ലൂഡിങ് വിക്രമിന്റെ പിള്ളേരുൾപ്പെടെ, കൊച്ചു പൊടി പിള്ളേരൊക്കെ ഉൾപ്പെടെ അവരെ ചെയ്ത സാക്രിഫൈസ് ഒന്നും വെറുതെ അല്ല. അതൊക്കെ വെറുത്ത് സാധനമാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി കൊണ്ടുവരുന്നതും വലിയ അത്ഭുതമാണ്. ആ സ്റ്റോറി വർക്കൗട്ടാക്കി എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, വർക്കൗട്ട് അല്ലെങ്കിൽ അവിടെ പോയി പിന്നെ തീർന്ന് കഥം ടാറ്റ.
അത് വർക്കൗട്ടൊക്കെ എടുക്കാന്ന് വെച്ചാൽ ആ ഡയറക്ടറിന്റെ കഴിവാണ്. അത് പുള്ളിക്കാരൻ അങ്ങനെയാണ്. ഞാൻ സെക്കൻഡ് ഹാഫിനെ പറ്റി ഞാൻ കൂടുതൽ പറയാത്ത കാരണം സെക്കൻഡ് ഹാഫ് കൊള്ളാം, മോശമൊന്നുമല്ല. ആ ക്ലൈമാക്സിൽ ഇച്ചിരി കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം വെച്ചിട്ട് എലാബറേറ്റ് ചെയ്ത് കാണിച്ചതെങ്കിൽ ഇച്ചിരി കൂടെ കൊള്ളാം. കാരണം ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്ന പോലെ ആയിപ്പോയി. ആ ഒരു കറങ്ങി വരുന്നതൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ഇതാണ് സംഭവം അങ്ങനെ വന്നിരുന്നെങ്കിൽ കൊള്ളാം നമുക്ക്. പക്ഷെ അങ്ങനെ ബോറായിട്ടൊന്നും തോന്നൂല, പക്ഷെ തൃപ്തിയായിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം. പക്ഷെ ആ ഒരു സെറ്റപ്പ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ വെച്ച് ഇച്ചിരി കൂടെ എലാബറേറ്റ് ചെയ്തെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ക്ലൈമാക്സ് മാത്രം. ബാക്കി പെർഫോമൻസിലൊക്കെ എല്ലാവരും എൻ്റെ അമ്മോ, ആ മരവും വാഴയും എല്ലാം എൻ്റെ അമ്മോ, ആർട്ടും അടിപൊളി സാധനമാണ്. സൗണ്ട് എഫക്ട്സ് അടിപൊളി സാധനം, സെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് ആണ് എൻ്റെ കിളി പോയി സത്യം. വിക്രമിൻ്റെയും പാർവതിയുടെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, പൊളി സാധനം, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. അങ്ങ് ജീവിക്കാം, സ്ക്രിപ്റ്റിൽ ഉള്ളതുപോലെ അങ്ങ് ജീവിക്കാം. ഞാൻ ഇപ്പോഴും പറയാം, വേറെ ഒരു നടിയോ നടന്മാരോ ഓക്കെ പറ്റും. ഈ നടിമാരിൽ ഭയങ്കര ചാൻസ് കുറവാണ്. കുറേ പേരും ഉണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷെ അവർക്ക് അവരുടെ ആ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ പൊട്ടിച്ച് വരുന്ന നടിമാരെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. ആ റെസ്ട്രിക്ഷനൊക്കെ മൂടി നിന്ന നിൽക്കത്തുള്ളൂ. അതിൽ നിന്നൊക്കെ എല്ലാം പൊട്ടി വരണം, എങ്കിലും നടിയാകത്തുള്ളൂ. അത് അങ്ങനെ തെളിയിച്ചൊരു പുള്ളിയാണ് പാർവതി. ഇതിന് മുന്നേ ഉള്ളൊഴുകി തെളിയിച്ചു, ഇപ്പൊ വീണ്ടും തെളിയിച്ചു. സോ ഡെഫിനറ്റ്ലി ഷീ ഡിസേർവ് ആൻ അവാർഡ്. അത് കിട്ടേണ്ട അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടുന്ന സാധനമായിരുന്നു അവാർഡ്. അത് പുള്ളിക്കാരി ഇതുവരെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരുടെ പെർഫോമൻസ് എന്ത് ലെവലാണെന്നുള്ള കാര്യം. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. പടം കാണാൻ വിട്ടുപോകരുത്. എല്ലാം ആവട്ടെ.